പാലക്കാടിന് പിന്നാലെ നിലമ്പൂരിലും പെട്ടെ വിവാദം. ഇന്നലെ രാത്രി കോൺഗ്രസ് നേതാക്കളുടെ വാഹനം പരിശോധിച്ചു. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സഞ്ചരിച്ച കാറിൽ നിന്നും പെട്ടിയെടുത്ത് പോലീസ് പരിശോധിച്ചു. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു പരിശോധന. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. എംപിമാരുടെ വണ്ടി മാത്രം റാൻഡമായിട്ട് എന്നിട്ട് ഇയാളെ കണ്ടിട്ട് നീ പെട്ടി തുറക്കാൻ പെട്ടി തുറക്കാൻ മനസ്സിലായില്ലേ? ഡിക്കി തുറന്നിട്ട് പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ? എല്ലാം കൂടെ വേണ്ട. വേഷം കെട്ട രണ്ടും കൂടെ വേണ്ട. വേഷം കെട്ട പണി എടുക്കണമെങ്കിൽ ഒരു പണി ചെയ്താൽ അതങ്ങോട്ട് CPM പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട. ഞങ്ങളെ കൂടെ സൂചിപ്പിക്കാൻ നീ വരണ്ട. അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളും അല്ല. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം. അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ. ഓർത്ത് വെച്ചോ. അല്ല, ഇലക്ഷൻ കമ്മീഷൻ ഇല്ല. ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടി മുളച്ചിട്ട് MLA MP ആയതല്ല. അതൊക്കെ കണ്ടിട്ട് തന്നെയാ വരുന്നത് കേട്ടോ. മോനെ ആ പെട്ടി ഉള്ളു തുറന്നില്ല. ആ വണ്ടിയൊന്നും പരിശോധിച്ചിട്ടില്ല. ഉദ്ദേ തുറന്നുള്ളൂ. താഴെ തുറന്നില്ല. എംപിമാരുടെ വണ്ടി മാത്രം റാൻഡമായിട്ട് എംപിമാരുടെ വണ്ടി ചെയ്തോട്ടെ. UDF മാത്രം എന്നിട്ട് ഇയാളെ കണ്ടിട്ട് നീ പെട്ടി തുറക്കാൻ പെട്ടി തുറക്കാൻ മനസ്സിലായില്ലേ? ഡിക്കി തുറന്നിട്ട് പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ? എല്ലാം കൂടെ വേണ്ട. വേഷം കെട്ട രണ്ടും കൂടെ വേണ്ട. വേഷം കെട്ട പണി എടുക്കണമെങ്കിൽ ഒരു പണി ചെയ്താൽ അതങ്ങോട്ട് CPM പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട. ഞങ്ങളെ കൂടെ സൂചിപ്പിക്കാൻ നീ വരണ്ട. അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളും അല്ല. നിന്റെ സർവീസിനുള്ള പാരിതോഷികം. ബിനിൽ ലീല സാബുണ്ട് വിവരങ്ങളുമായി. ബിനിൽ, പാലക്കാട് ഹോട്ടലിനുള്ളിൽ വനിതാ നേതാക്കളുടെ മുറിക്കുള്ളിൽ കയറിയായിരുന്നു പരിശോധനയെങ്കിൽ ഇതിപ്പോൾ വഴിമധ്യയാണ് പരിശോധന. എന്താണ് വിവരങ്ങൾ? സേതു, അതുതന്നെയാണ്. വലിയ വിവാദം വീണ്ടും ഉണ്ടാവുകയാണ്. പാലക്കാടെ പെട്ടി വിവാദത്തിന് ശേഷം ഇവിടെ നിലമ്പൂരിലും അടുത്ത പെട്ടി വിവാദം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഈ ഷാഫി പറമ്പിലിന്റെ വാഹനം തടഞ്ഞ ഈ പെട്ടി പരിശോധന നടത്തിയത്. അതിൽ വലിയ പ്രതിഷേധത്തിലാണ് ഇപ്പോൾ UDF ഉള്ളത്. ഈ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം എന്ന് പറയുന്നത് ജനപ്രതിനിധികളാണെന്ന് മനസ്സിലായില്ല എന്നായിരുന്നു വിശദീകരണം. അതിലുള്ള പ്രതികരണവും നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. പൊട്ടിമുളച്ച് വന്നതല്ല, ഈ അങ്ങനെ ജനപ്രതി ആളല്ല എന്നാണ് മറുപടിയായി ഷാഫി പറമ്പിൽ പറയുന്നത്. ഉദ്യോഗസ്ഥരോട് രാഹുൽ മാങ്കൂട്ടത്തിൽ കയർക്കുന്നതും കാണാം. എന്തായാലും ഇത് വലിയ പ്രചരണ ആയുധമാക്കാൻ തന്നെയാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഉദ്യോഗസ്ഥർ ഈ പരിശോധന നടത്തിയത്. അതിനുശേഷം ഈ വാഹനത്തിന്റെ ഡിക്കി തുറന്ന് ഈ പെട്ടികൾ പുറത്തേക്ക് എടുത്തു. അതിൽ പെട്ടി തുറന്നപ്പോൾ അതിൽ വസ്തുക്കളും പുസ്തകങ്ങളുമാണ് ഉണ്ടായിരുന്നത്. മറ്റൊന്നും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. ഇത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് എന്നായിരുന്നു ആദ്യം തന്നെ ഇവർ പറഞ്ഞത്, ഉദ്യോഗസ്ഥർ പറഞ്ഞത്. പക്ഷേ അതിനുശേഷമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലും ഈ ഉദ്യോഗസ്ഥരോട് കയർക്കുന്നത് നമുക്ക് കാണാം. അതിൽ വലിയ പ്രതിഷേധവും അവർക്കുണ്ട്. കാരണം വാഹനം തടഞ്ഞു നിർത്തിയാണ് പരിശോധന നടത്തിയത്. ഈ ഷാഫി പറമ്പിനൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും അതോടൊപ്പം തന്നെ PK ഫിറോസും അഷ്റഫ് അലിയും ഒക്കെയുള്ള അങ്ങനെ UDFന്റെ പ്രധാനപ്പെട്ട യുവജന സംഘടനകളുടെ നേതാക്കളെല്ലാം തന്നെ ഇവർക്ക് ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്കാണ് ഈ വാഹനം തടഞ്ഞു നിർത്തി ഈ ഒരു പരിശോധന ഉണ്ടായത്. പാലക്കാട് നമുക്കറിയാം, പാലക്കാട് വലിയ വിവാദമായിരുന്നു. ഈ പെട്ടി, നീലപ്പെട്ടിയിൽ പണം കൊണ്ടുവന്നു എന്നുള്ളതായിരുന്നു ആരോപണം. അതിനുശേഷം അവിടെ പോലീസ് എത്തി, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആ പരിശോധന നടത്തിയതാണ്. അതിൽ വനിതാ നേതാക്കളടക്കം മുറിയിലേക്ക് കയറി പരിശോധന നടത്തിയത് വലിയ വിവാദം ആയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നിലമ്പൂരിലും ഇത്തരത്തിലൊരു പെട്ടി വിവാദം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇതിൽ CPM നേതാക്കളുടെ പ്രതികരണമൊന്നും വന്നിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിലിന്റെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിക്കുകയാണ്. എന്തായാലും ഇത് തെരഞ്ഞെടുപ്പിൽ തന്നെ, അതായത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ ഈ പെട്ടി വിവാദം ചർച്ചയായത് അതുപോലെ തന്നെ ഇത് ചർച്ചയാക്കാൻ തന്നെയാണ് തീരുമാനം. CPMന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ പണിയെടുക്കുന്നു, ജോലി ചെയ്യുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആക്ഷേപം. ആ വീഡിയോ പാലക്കാട് കള്ളപ്പണം ഇടപാട് നടക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചായിരുന്നു പോലീസിന്റെ പരിശോധനയൊക്കെ അവിടെ നടന്നത്. ഇവിടെ ഇപ്പോൾ എന്താണ് പോലീസ് പറയുന്നത്? എന്താണ്, എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് കണ്ടെത്താനായിരുന്നു പരിശോധന? നിലവിൽ പോലീസ് പറയുന്നത് അത് സ്വാഭാവികമായുള്ള പരിശോധനയുടെ ഭാഗമാണ്. അങ്ങനെ ആ പരിശോധന ഭാഗമായാണ് ഈ വാഹനം തടഞ്ഞു നിർത്തി അതിൽ പരിശോധന നടത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അതിൽ നമുക്ക് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും എന്തെങ്കിലും സൂചന പോലീസിന് കിട്ടിയിട്ടാണോ അല്ലെങ്കിൽ അത്തരം പരാതി വന്നിട്ടാണോ നടക്കുമുള്ള കാര്യങ്ങൾ എന്തായാലും പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇത് പോലീസ് ജനപ്രതിനിധികൾ ആണെന്ന് അറിയാതെ ചെയ്ത ഒന്നല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത് MP യുടെ വാഹനമാണ്. ഷാഫി പറമ്പിൽ MLA ആയിരുന്നതിന് ശേഷം MBA ആളാണ്. അങ്ങനെ ആളെ മനസ്സിലായില്ല എന്ന് പറയുന്നത് അതിൽ അർത്ഥമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ ഇങ്ങനെ സജീവമായി പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരെ മനസ്സിലായില്ല എന്ന് പറയുന്നത്
ഒട്ടും വിശ്വാസയോഗ്യമല്ല. മാത്രമല്ല ഇതിനുശേഷം സംസാരിക്കുമ്പോൾ പോലും മറ്റുദ്യോഗസ്ഥർ ഈ പെട്ടിയെടുത്ത് പുറത്തേക്കെടുത്ത് പരിശോധിക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും അത്തരത്തിൽ പോലീസിന് എന്തെങ്കിലും പരാതി ലഭിച്ചതായിരിക്കാം ഇത്തരത്തിലുള്ള പരിശോധന എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പുറത്ത് വരേണ്ടതുണ്ട്, അല്ലെങ്കിൽ അറിയേണ്ടതുണ്ട്. എന്തായാലും ഇത് വലിയ പ്രതിഷേധവും അതോടൊപ്പം തന്നെ വലിയ പ്രചരണ ആയുധവുമാക്കാൻ തന്നെയാണ് UDF-ന്റെ തീരുമാനം. പ്രത്യേകിച്ച് പാലക്കാട് നിരത്തിലെ പെട്ടി വിവാദം എങ്ങനെ പ്രതിഫലിച്ചു ആ രീതിയിലേക്ക് കൊണ്ടുപോകുക, പ്രത്യേകിച്ച് ഇത്തരത്തിൽ ജനപ്രതിനിധികളായ രണ്ടുപേരുടെ വാഹനങ്ങൾ, ആ വാഹനം ഒന്ന് എംപിയുടെ വാഹനം തുറന്ന് അതിന്റെ ഡിക്കി തുറന്ന് ഈ അതിലുണ്ടായിരുന്ന പെട്ടികൾ പുറത്തേക്കെടുത്ത് അത് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. താൻ MP ആണ് എന്ന് പറഞ്ഞിട്ട് പോലും അത് ചെയ്തുവെന്നാണ് ഷാഫി പറയുന്നത്. നിലവിൽ എന്തായാലും വലിയ പ്രചരണായുധം തന്നെ ആക്കാനാണ് തീരുമാനമായിട്ടുള്ളത്. അത് എന്തായാലും വരും നിമിഷങ്ങളിൽ എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണം വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിപ്പോ ഈ നേതാക്കൾ നിലമ്പൂരിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോവുമായിരുന്നോ ബിനിലെ? ഇത് അവരുടെ പ്രചരണം, അതായത് കുടുംബയോഗങ്ങൾ നടക്കുന്നുണ്ട്, അവിടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ രാത്രി ഏറെ വൈകിയും നിലവിൽ നമ്മൾ ഷാഫിയോട് കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ നേരത്തെ തീരുമാനിച്ചിരുന്ന സമയത്ത് മാത്രമല്ല, അത് ഓരോ ഘട്ടങ്ങളിലും 7 മണിക്കൊരു പരിപാടി ഉണ്ടെങ്കിൽ ആ 3 സ്ഥലത്ത് 7 മണിക്കാണ്. അങ്ങനെ തിരക്കേറിയ പ്രചാരണ പ്രവർത്തനമാണ്, കുടുംബയോഗമാണ് നടക്കുന്നത്. അങ്ങനെ കുടുംബയോഗത്തിൽ പങ്കെടുത്ത് മടങ്ങി വരുമ്പോഴാണ് ഇത്തരത്തിലൊരു പരിശോധന ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം, മറ്റു നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു.